അപ്പോൾ വീണ്ടും നമ്മൾ കോതമംഗലത്തേക്ക് തിരികെ എത്തുകയാണ്. നേരത്തെ കോതമംഗലത്ത് ഇത്തവണ MLA മാറും എന്നുള്ള അഭിപ്രായം നമ്മൾ കേട്ടു. ഇനിയും കുറേ ചേട്ടന്മാർ കൂടി നമ്മുടെ ഒപ്പമുണ്ട്. എന്താണ് അവരുടെ അഭിപ്രായങ്ങൾ എന്നുകൂടി നമുക്ക് നോക്കാം. ഇത്തവണ എന്ത് സംഭവിക്കും കോതമംഗലത്ത്? കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷത്തിനേക്കാൾ കൂടുതൽ ആന്റണി ജോൺ പിടിക്കും. ഇത്തവണയും ആന്റണി ജോൺ തെരഞ്ഞെടുക്കപ്പെടുമെന്ന് ജയിച്ചിരിക്കും. ഭൂരിപക്ഷം കൂടുമെന്നാണ്. കൂടും. ശരി, എന്താ പറയുക? ആന്റണി ജോൺ ആദ്യം മത്സരിച്ച 19 ജില്ല വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വീണ്ടും വിജയിക്കും. കാരണം വികസനമില്ല എന്ന് ഇവർ പറയുന്നുണ്ട്. ഇവരെ കണ്ണിലേക്ക് കാണുന്ന നമ്മുടെ ഡിപ്പോ KSRTC ഡിപ്പോ 10 വർഷം മുമ്പ് എങ്ങനെയായിരുന്നു? അങ്ങനെയാണോ ഇപ്പോൾ ഡിപ്പോ കിടക്കുന്നത്? തൊട്ടപ്പുറം പോകുന്നുണ്ട് റിംഗ് റോഡ്. അത് മുടക്കി കളഞ്ഞത് കോൺഗ്രസ്സാണ്. കോൺഗ്രസ് പുതിയ നഗരസഭ അധികാരത്തിൽ വരികയും അവിടെ സ്ട്രോബോമ കൊടുക്കും. ഒരു 100-200 മീറ്റർ മാത്രമാണ് റോഡ് ടാർ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ കിടക്കുന്നുള്ളൂ. ആ റിംഗ് റോഡ് പൂർത്തിയായനെ. അതുപോലെ കോതമംഗലം ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഇവർ കാണുന്നില്ല. മൂക്ക് പൊത്തി കയറുന്ന അവസ്ഥയിലാണ് ഗവൺമെൻറ് ഹോസ്പിറ്റൽ. ഇപ്പോൾ എങ്ങനെയായിരിക്കും? എല്ലാം ഡയാലിസിസ് സെൻ്ററായി, ഓപ്പറേഷൻ സെൻ്ററായി, എല്ലാം അവിടെ വന്നു. അതുപോലെ തന്നെ ഇവർ കായിക കേരളം എന്ന് പറയുന്നത് മാർബേസ് സ്കൂളും സെൻറ്റ് സ്കൂളും ഇതേ കാണുന്നതാണ്. 50 ലക്ഷം രൂപ വീതമാണ് ഇടതുപക്ഷ സർക്കാർ കൊടുത്തിട്ടുള്ളത്. അത് അവർ കാണുന്നില്ല. കണ്ണില്ലാത്തതുകൊണ്ടാണ് കാണാത്തത്. അതുപോലെ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടുന്ന് പോയ നേരിമംഗലത്ത് പുതിയ ഫയർ സ്റ്റേഷൻ വന്നു. അതും അവർ കാണുന്നില്ല. ഇതെല്ലാം ഇപ്പോഴത്തെ MLA നേട്ടമാണ്. അതുകൊണ്ട് വീണ്ടും MLA തന്നെ ജയിക്കുമെന്ന് പറയുന്നു. കാണുന്നില്ല, അത്രേ ഉള്ളൂ. അതിന് ശരി, മോൻ വോട്ടില്ല. പക്ഷെ എന്താണ് മോനെന്തെങ്കിലും പറയാനുണ്ടാവും? ആന്റണി ജോൺ ജയിക്കും. ശരി, അന്ധത ബാധിച്ചവർക്കാണ് വികസനം ഇല്ലാന്ന് പറയാൻ പറ്റുള്ളൂ. 10 വർഷം കൊണ്ട് 4000 കോടി രൂപയുടെ വികസനം തന്നെ. അതിന് വ്യക്തമായ ഈ മണ്ഡലത്തിലാണോ? ഈ മണ്ഡലത്തിൽ 10 വർഷമായിട്ട് ആന്റണി ജോൺ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വികസനങ്ങളെല്ലാം ബുക്ക്ലെറ്റായിട്ട് എല്ലായിടത്തും എത്തിയിട്ടുണ്ട്. എല്ലാ വീടുകളും എത്തിച്ചിട്ടുണ്ട്. വേറെ ഒന്നും വേണ്ട. ഈ കോതമംഗലം ഗതാഗത കുരുക്ക്, കോതമംഗലം സ്വപ്ന പദ്ധതിയായിരുന്നു തങ്കളം കൊഴുപ്പള്ളി ബൈപ്പാസ്. നിങ്ങൾ കയറി മുകളിൽ നോക്ക്, എല്ലാ മേഖലകളിലും. അതുമാത്രമല്ല 232 കോടി രൂപ മിനി ജലവൈദ്യുതി. ഇതൊക്കെ UDF തുറങ്കം വയ്ക്കുകയാണ്. ഒരു വികസനം നടക്കാത്ത രീതിയിലുള്ള അടിച്ച്. അതുമാത്രം അവരുടെ കേരളം കണ്ടാൽ ഏറ്റവും വലിയ അടി കടന്നത് വടാട്ടുപാറയാണ്. ശരി, അതുമാത്രമല്ല ഇപ്പോൾ ഈ അടിപാട് അതൊക്കെ മറക്കാൻ വേണ്ടിയാണ് വികസനം. മൂന്നാമതോ ആന്റണി ജോൺ വരുമെന്നാണ് പറയുന്നത്. ശരി, 25,000 ശരി. ആന്റണി ജോൺ തന്നെ ജയിക്കും എന്നുള്ളതിന് ഒരു സംശയവുമില്ല. കോതമംഗലത്തെ ഗതാഗതക്കുരുക്ക് ശാശ്വതമായി പരിഹരിച്ചു. ആശുപത്രികളുടെ വികസനം, കുട്ടമ്പുഴ ആശുപത്രി ഉൾപ്പെടെ താലൂക്ക് ആശുപത്രിക്ക് വൻ വികസനം, രോഗികൾക്കെല്ലാം കിടപ്പ് രോഗികൾക്കെല്ലാം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പണം, അതുപോലെ തന്നെ പെൻഷൻ കൃത്യസമയത്ത് വിതരണം ചെയ്യും. അപ്പോൾ മൂന്നാമതും ഇവിടെ LDF തന്നെയാണ്. ശരി, എന്താ പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, നിലവിൽ കോതമംഗലത്തെ സംബന്ധിച്ച് ഒരു മാറ്റം അനിവാര്യമായിട്ടുള്ള പ്രദേശമാണ്. ഇവിടെ പറയുന്ന പല പാർട്ടികളും ഒന്ന് ഈ റോഡ് വികസനം കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. പക്ഷേ കോതമംഗലത്തെ സംബന്ധിച്ചൊരു മലയോര മേഖലയാണ്. ആ മലയോര മേഖലയിൽ കിടക്കുന്ന ഭൂരിഭാഗം ആളുകളും SC/ST വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ, പിന്നോക്ക വിഭാഗ ജനങ്ങൾ താമസിക്കുന്ന മേഖലയാണ്. അവിടെ നമുക്കറിയാം പല ദിവസങ്ങളും ഇപ്പോൾ 24 അടക്കം ചർച്ച വന്നതാണ്, അല്ലെങ്കിൽ കണ്ടതാണ് ആന കുത്തി മരിച്ച വിഷയം. ഇവിടെ അപ്പോൾ വന്യജീവി ആക്രമണം എന്ന് പറഞ്ഞ പ്രശ്നമാണ്, അത് പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്ന്. ശരി, പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല അതിനെതിരെ യാതൊരു നടപടി പോലും സ്വീകരിച്ചിട്ടില്ല 10 വർഷമായിട്ട് ഇവിടെ. ശരി, ചേട്ടൻ എന്താ പറയാം? നരേന്ദ്രമോദി സർക്കാരിൻ്റെ ആയുഷ്മാൻ ഭാരത് പോലുള്ള പദ്ധതികൾ നിലവിൽ കേരളത്തിലേക്ക് എത്തുന്നില്ല, സാധാരണക്കാരിലേക്ക് എത്തുന്നില്ല. അത് സാധാരണക്കാരിലേക്ക് വരണമെങ്കിൽ NDA തന്നെ MLA മാറണമെന്നാണ് പറയുന്നത്. ശരി, ചേട്ടൻ എന്താ പറയുക? കേന്ദ്രം വിഭാവന ചെയ്തിട്ടുള്ള ഒട്ടേറെ പദ്ധതികളുണ്ട്. പക്ഷേ ഇതൊന്നും LDF ആയാലും UDF ആയാലും ഈ ഇരു മുന്നണികളും രണ്ടുപേരും ഒരു മത്സരത്തിലൂടെ ജനങ്ങളെ പറ്റിക്കുകയാണ്. അങ്ങനെ ഈ പറ്റിക്കുന്ന ഈ സംവിധാനത്തിലൂടെ ഞങ്ങളുടെ സ്ഥാനാർത്ഥി അജി നാരായണൻ വന്നാൽ മാത്രമേ ജയിക്കും എന്നുള്ളത് ശുഭപ്രതീക്ഷയിലാണ്. വന്നാൽ മാത്രമേ ഞങ്ങൾക്ക് ഈ ജനങ്ങൾക്ക് പ്രയോജനം ഉണ്ടാകും. ഓക്കെ, വളരെ കേരളം മാറും. അത് NDAയിലൂടെയാണ്. ശരി, ചേട്ടൻ. അജി നാരായണൻ ജയിക്കും വൻ ഭൂരിപക്ഷത്തോട് കൂടിയിട്ട്. ശരി, ചേട്ടൻ. അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത കോതമംഗലത്തിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് യാതൊരുവിധ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുവാനോ ശ്രമിക്കാത്ത LDFൻ്റെ MLAയും അതുപോലെ UDFൻ്റെ MLA ആയിട്ടുള്ള ആൾ പാവപ്പെട്ട ജനതയെ കാണാൻ തിരിച്ചറിയാൻ പറ്റില്ലാത്ത ഒരു MLAയുമായിട്ടുള്ള ആ സ്ഥാനത്ത് 20. ശരി, അപ്പോൾ ഇത്തവണ MLA മാറുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് മണ്ഡലത്തിലെ ആളുകൾ പറയുന്നത്. LDF വീണ്ടും അധികാരത്തിൽ വരുമെന്ന് പറയുന്നുണ്ട്. അതല്ല, ഇത്തവണ MLA മാറുമെന്ന് പറയുന്നുണ്ട്. LDFും UDFും അല്ല, NDA ആണ് ഇത്തവണ തെരഞ്ഞെടുക്കപ്പെടേണ്ടത് എന്ന് അഭിപ്രായപ്പെടുന്നവരുമുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.